ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പക്കോട ഉണ്ടാക്കുക. ഇത് സേമിയാണ്. ഒരു കപ്പ് സേമിയ, വറുത്ത സേമിയാണ്. ഇത് പാനിലിട്ട് വറുത്ത സേമിയാണ്. ഇതിനെ കൊണ്ടാണ് പക്കോട ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വറുത്ത് വെച്ചതാണ്. ഇതൊരു ബൗളിൽ ഇടാം. ഇതേ അളവിൽ തന്നെ എടുത്താൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കുന്ന അളവ് ഒരേപോലത്തെ പാത്രത്തിലായിരിക്കണം. ഇത് 200 ഗ്രാം സേമിയ, ഒരു അരക്കപ്പ് പാത്രത്തിൽ തൈരാണിത്. തൈര് ഇതിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, നന്നായിട്ട് ഇളക്കുക. നല്ലോണം കുറച്ച് കുതിരണം. ഒരു അരമണിക്കൂർ നേരം ഇത് നല്ലോണം കുതിർത്ത് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം ഒരു ഭാഗത്ത് മാത്രമായിപ്പോൾ നന്നായിട്ട് ഇളക്കി ഇങ്ങനെ ഒരു സൈഡിൽ മൂടി വെക്കുക. എന്നതിന് ശേഷമാണ് മറ്റുള്ള സാധനങ്ങളെല്ലാം ഇതിൽ ചേർക്കുന്നത്. ഇതൊന്ന് കുതിർന്ന് വരണം. സേമിയ വറുത്ത സേമിയാണ്. അപ്പോൾ ഈ തൈരിൽ തന്നെ ഇതാണ്. തൈര് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടാം, അത് പിന്നെ കൂട്ടാം. ഇതിപ്പോൾ ഒന്ന് നല്ലോണം കുതിരണം. എന്നാലും ഇതൊന്ന് സോഫ്റ്റ് ആണോ, അപ്പോൾ അതിനാണ് കുതിര വെക്കുന്നത്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ മാത്രമായിപ്പോൾ വെള്ളം. അത് നമുക്ക് ഒരു അരമണിക്കൂർ കുതിരാൻ വെക്കാം. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഒരു 1/4 സ്പൂണിലും കുറവാണ് അപ്പക്കാര. ഒരു 2 സ്പൂൺ കടലക്കപ്പൊടി, കടലമാവ്, 2 സ്പൂൺ കടലമാവ്, 1 സ്പൂൺ അരിപ്പൊടി. അതൊരു ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട്, 1 സ്പൂൺ മുളക് പൊടി. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നാലും മുളകിൻ്റെ പൊടി. പിന്നെ ഒരു ചെറിയ 2 സവാള നീളത്തിൽ മുറിച്ചതാണ്. കുറച്ച് പച്ചമുളക് ചെറുങ്ങനെ മുറിച്ചത്, ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് മല്ലിയില. ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കുക. ഇതിൽ കുഴ മതിയായിട്ടില്ലെങ്കിൽ വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് തെളിച്ച് ഇതാക്കുക. അധികം വെള്ളമായി പോകാൻ പാടില്ല. വെള്ളം അധികമായി കഴിഞ്ഞാൽ എണ്ണ നല്ലോണം കുടിക്കും. എന്നാലും നല്ല കട്ടിയായാലും കല്ല് പോലെ ഉണ്ടാവും. ഒരേ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതാക്കുക. കുറച്ചും കൂടി വെള്ളം വേണം ഇതിൽ. കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. എപ്പോഴും ഒരേപോലെയുള്ള ഇതിലിടാണ്ട്. ഇതിപ്പം സേമിയ കൊണ്ടുള്ള പക്കോടയാണ്. സവാള നന്നായിട്ട് നീളത്തിലാണ് മുറിച്ചിട്ടിട്ടില്ല, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടാവും. ഇത് കറക്റ്റായിട്ടുള്ള പാകമാണ്. ഇത് നമുക്ക് പാൻ വെച്ചിട്ട് ചുട്ടെടുക്കാം. പാനിൽ എണ്ണ വെച്ച് നല്ലോണം ചൂടാകുന്നുണ്ട്. അധികം ചൂട് വേണ്ട, കുറച്ച് സിമ്മിലാക്കിയിട്ട്, കാരണം കരിഞ്ഞു പോവും. നല്ല കുറച്ച് മാത്രമാക്കിയിട്ട് ഒന്നുകിൽ ഇങ്ങനെ കോരിയിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഏത് ഷേപ്പിലാക്കിയാലും സാരമില്ല. ഇതിങ്ങനെ അങ്ങനെ കുറേശ്ശായിട്ട് കോരി പക്കോട ഉണ്ടാക്കുന്ന പോലെ തന്നെ സിമ്മിൽ വെക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രൗൺ നിറമായിട്ട് ഉള്ളു പോകാണ്ടായിപ്പോൾ. ഇത് ഓരോന്നോരോന്നായി തിരിച്ച് മറിച്ച് വിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ സിമ്മിൽ വെച്ചാലേ ഉള്ളു പോകും, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു.
ഇതിപ്പോൾ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. കോരിയെടുക്കുക നമുക്ക്. രണ്ടാമത്തെ സെറ്റ് ഇങ്ങനെ തന്നെ ഇടാം. സിമ്മിലുള്ള അധികം തീ ഫാസ്റ്റാക്കിയാൽ കരിഞ്ഞു പോകും, ഉള്ളു വേവുകയില്ല. അപ്പോൾ സിമ്മിലായിട്ട് നല്ല ബ്രൗൺ നിറാവണം. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ കോരിയെടുത്ത് ഇനി ബാക്കിയുള്ള കൂട്ടൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് സിമ്മാക്കി വെച്ചിട്ട് കോരിയെടുക്കുക. നമ്മുടെ സേമിയ പക്കോട റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും കഴിച്ച് നോക്കുക. സെപ്പറേറ്റ് ഓരോരോ സാധനം കൊണ്ടുള്ള പക്കോടയാണ്. ഇപ്പോൾ ഒരേ സാധനം കൊണ്ട് ഉണ്ടാക്കുന്ന പകരം വെറൈറ്റി ആയിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതാണ്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഫോളോ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.